മോർണിംഗ്. മാളക്കുട്ടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ മാളക്കുട്ടി ഒരു വലിയ സോറി പറയാം കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, മാളക്കുട്ടിക്ക് ഇന്നലെ ഒട്ടും വയ്യാത്തോണ്ട് മാളക്കുട്ടി വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മാളക്കുട്ടി ഇടുന്നത് ഡേ 9 ഓഗസ്റ്റ് 12 റിവ്യൂ ആണ്. നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം. അപ്പൊ വീഡിയോ നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ ഫസ്റ്റ് എന്താണ് വേക്കപ്പ് സോങ് ആണ്, കുടുക്ക് പൊട്ടിയ കുപ്പായ എന്ന സോങ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മൾ കാണുന്നത് അടുക്കളയിൽ വെച്ചുള്ള വലിയൊരു വഴക്കാണ്. അനീഷ് അടുക്കള കിച്ചൺ ടീമിലായ ശേഷം ക്യാമറക്ക് കിച്ചണിൽ നിന്ന് മാറാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. എപ്പോഴും ക്യാമറ കിച്ചണിൽ തന്നെയാ കേട്ടോ. അപ്പൊ ആദ്യം അനീഷാണ് അത് എന്താണ് ഉടക്ക് തുടങ്ങിയതെങ്കിലും പിന്നീട് അത് അക്ബറും ഒനിയലും തമ്മിൽ തെറിവിളിയിൽ വരെ എത്തി. പിന്നീട് ഷാനവാസും ചേർത്ത് തമ്മിൽ അടിയായി. എന്തോ പിന്നീട് എന്താണ്. അപ്പൊ എനിക്കൊരു സംശയം, അടുക്കള എന്ന് പറഞ്ഞാൽ അടുക്കാനുള്ള സ്ഥലമാണ്, ഇതിപ്പോ അടിക്കാനുള്ള സ്ഥലമായിട്ട് അടുക്കള മാറിയിട്ടുണ്ടേ. എന്തോ എന്തെങ്കിലും ആവട്ടെ. പിന്നീട് വരുന്നത് ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് ബിഗ് ബോസ് പറയാണ് മിഡ് വീക്ക് എവിക്ഷൻ അല്ല, മിഡ് വീക്ക് സസ്പെൻഷൻ ആക്കിയിട്ട്. അതായത് ടാസ്കുകളിൽ ഏറ്റവും കുറവ് പോയിന്റ്സ് കിട്ടുന്ന 2 പേരെ ഒന്നുമില്ലാത്ത ക്യാമറയോ ലൈറ്റോ ഒന്നുമില്ലാത്ത ഒരു റൂമിൽ കൊണ്ടിരുത്തുന്നത് അജ്ഞാതവാസമാണെന്ന് മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ വെച്ച് അനുമോളും ജിസലും നമ്മളൊക്കെ ചെറിയ വഴക്ക് നടക്കുന്നത്. കാരണം ജിസൽ എന്താ വെച്ചാൽ എപ്പോഴും റൂൾ ബ്രേക്ക് ചെയ്യാണ്. ബിഗ് ബോസ് തരുന്ന ഡ്രസ്സ് ഇടുന്നില്ല, ബിഗ് ബോസ് കൊടുക്കാതെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നൊക്കെ പറ്റി എപ്പോഴും ജിസല റൂൾസ് തെറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനുള്ള അത് ചോദ്യം ചെയ്യാണ്. പിന്നീട് വരുന്ന മിഡ് വീക്ക് എവിക്ഷൻ ഉള്ളവർക്ക് വേണ്ടിയുള്ള ടാസ്ക് ആണ്. അപ്പൊ അത് അവരല്ല കളിക്കുന്നത്, അവർ സെലക്ട് ചെയ്യുന്ന 2 പേരാണ് ടാസ്ക് ചെയ്യുന്നത്. അപ്പൊ അനീഷിന് വേണ്ടി കളിച്ച ശരത്തും അനുമോളുമാണ്. അപ്പൊ അവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ രണയിക്കും. പിന്നീട് രാത്രിയിൽ കുറച്ച് സംഭാഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അനീഷും അതിലും നൂറിയും ശാരികയും ഷാനവാസൊക്കെ ഇട്ടുള്ളത് സംസാരം കാണിക്കുന്നുണ്ട്. പിന്നെ രേണുവും ശാരികയും തമ്മിലുള്ള സംഭാഷണം കാണിക്കുന്നുണ്ട് അക്ബറിനെ കുറിച്ചാണ്, അന്നത്തെ ആ സെപ്റ്റിക് ടാങ്ക് വിഷയത്തെ കുറിച്ച്. പിന്നെ അക്ബറിനോട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് രേണുവിനെ കൺവിൻസ് ചെയ്യിക്കണമെന്ന്. അതിനു വേണ്ടി എന്താണ് അക്ബർ ഒരു ഹാർട്ട് ഷേപ്പായിട്ടുള്ള ചപ്പാത്തിയൊക്കെ ആക്കിയിട്ട് രേണുവിന് കൊടുക്കുന്ന സീൻ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് എല്ലാവരും ഇരിക്കുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നൊക്കെയാണ്. പക്ഷെ രേണു അതിൽ കൺവിൻസ് ആയിട്ടല്ല എന്നാണ് രേണു പറയുന്നത്. നമുക്ക് നോക്കാം. പിന്നീട് വരുന്ന നെവിൻ വെസൽ ടൈമിൽ ആയതുകൊണ്ട് തന്നെ നെവിൻ എന്തൊക്കെയോ അവരെ കുറിച്ച് പരാതി പറയാണ്. ഇങ്ങനെ വെസൽ ടൈമിൽ അതൊക്കെ വേസ്റ്റ് ഒക്കെ ഇടുന്ന അതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പരാതികൾ പറയുന്നുണ്ട്. പിന്നെ നെവിന്റെ കുറെ മോശം രംഗങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. അത് മോഷ്ടിക്കാൻ തന്നെയാണ് ബിഗ് ബോസ് പോയത് ഒന്നും എടുത്ത് ലാലേട്ട് പറയാൻ നമുക്ക് നോക്കാം. പിന്നീട് വരുന്നത് എന്താണ്, ഒരു ടാസ്ക് ആണ്. ഒരിടത്തൊരിടത്തുനിന്നാണ് ടാസ്കിന്റെ പേര്. അതായത് അവരുടെ ജീവിത കഥ പറയാനുള്ള അവസാനം ഒരു ദിവസം 3 പേരാണ്. അപ്പൊ അന്ന് ശാരികയും രേണും ഒനിയലുമാണ് ആ ടാസ്കിൽ പങ്കെടുത്തത്. അപ്പൊ ഇത്രയാണ് ഡേ 9 ഓഗസ്റ്റ് 12 മെയിൻ കാര്യങ്ങൾ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മാളക്കുട്ടി വരുന്നവരെ മാളക്കുട്ടിയുടെ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.